വാഴേണ്ടവർ വാഴുമ്പോൾ വീഴേണ്ടവർ വീഴണമെന്ന പ്രമാണം അനർത്ഥമാക്കിക്കൊണ്ട് ബാർസലോണ ലാലിഗയിൽ തങ്ങളുടെ കരുത്ത് കാട്ടിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡ് താൽക്കാലികമായി കൈക്കലാക്കിയ ഒന്നാം സ്ഥാനം എതിരില്ലാത്ത 3 ഗോളുകളുടെ തകർപ്പൻ ജയത്തോടെ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിലുള്ള കാറ്റലോണിയൻ പട തിരിച്ചുപിടിച്ചു. ഒവിയാഡോയുടെ കിക്ക് ഓഫോടെയാണ് മത്സരം ആരംഭിച്ചത്. കളി തുടങ്ങി 1-ാം മിനിറ്റിൽ തന്നെ ബാർസ പ്രതിരോധത്തെ നെട്ടിച്ചുകൊണ്ട് ഒവിയാഡോ ഒരു മുന്നേറ്റം നടത്തി. വിനാസ് ഗോളിനായി ശ്രമിച്ചെങ്കിലും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലായിരുന്നു. മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ തന്നെ റഫറിക്ക് ആദ്യ മഞ്ഞക്കാർഡ് പുറത്തെടുക്കേണ്ടി വന്നു. ഒവിയാഡോയുടെ 10-ാം നമ്പർ താരം അസനെ ഫൗൾ ചെയ്തതിനെ ബാർസലോണയുടെ ജെറാഡ് മാർട്ടിനാണ് കാർഡ് ലഭിച്ചത്. മത്സരത്തിന്റെ ആദ്യ 30 മിനിറ്റുകളിൽ കളം നിറഞ്ഞു കളിച്ചത് ഒവിയാഡോയായിരുന്നു. ബാർസലോണയുടെ പ്രതിരോധ കോട്ടയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ട് അവർ അനായാസമായ മുന്നേറ്റങ്ങൾ നടത്തി. ഒരു ഘട്ടത്തിൽ ഫ്ലിക്കിന്റെ ബാർസ തന്നെയാണോ എന്ന് സംശയിച്ചു പോകും വിധം ബാർസലോണ പതറുന്ന കാഴ്ചയാണ് ആദ്യ പകുതിയുടെ തുടക്കത്തിൽ ആരാധകർ കണ്ടത്. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ ബാർസലോണ തങ്ങളുടെ സ്വാധീനം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. വലത് വിങ്ങിൽ നിന്നും ലാമിൻ യമാൽ ലെവൻഡോസ്കിയെ ലക്ഷ്യമാക്കി കൃത്യമായ ഒരു ക്രോസ് നൽകിയെങ്കിലും നിർഭാഗ്യവശാൽ ലെവൻഡോസ്കിക്ക് ആ പന്ത് ഹെഡ് ചെയ്ത് വലയിലെത്തിക്കാൻ സാധിച്ചില്ലായിരുന്നു. മത്സരത്തിൽ ആധിപത്യം ഉറപ്പിക്കാനായി ഇരു ടീമുകളും കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും ഗോളുകൾ മാത്രം അകന്നു നിന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ബാർസ ആരാധകർക്ക് ആവേശം നൽകിക്കൊണ്ട് ഒരു മികച്ച നീക്കം. മധ്യനിരയിൽ നിന്ന് ഗാർഷ്യ നൽകിയ കൃത്യതയാർന്ന ത്രൂ പാസ് ലെവൻഡോസ്കിയിലേക്ക്. പന്ത് നിയന്ത്രിച്ചെടുത്ത് ലെവൻഡോസ്കി ഉഗ്രനൊരു ഷോട്ട് തൊടുക്കാൻ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അതിൽ ലക്ഷ്യം കാണാതെ പോകുകയായിരുന്നു. ഇതോടെ ഗോൾരഹിതമായ സമനിലയോടെ ഇരു ടീമുകളും ആദ്യ പകുതിക്ക് പിരിയുകയാണ്. മത്സരത്തിന്റെ 50-ാം മിനിറ്റിൽ ബാർസലോണ വീണ്ടും ആക്രമണം കടുപ്പിച്ചു. വിങ്ങിൽ നിന്ന് റാഫീഞ്ഞ ഒവിയാഡോ ബോക്സിലേക്ക് പവർഫുൾ പാസ് നൽകി. ബോക്സിനുള്ളിൽ നിലയുറപ്പിച്ചിരുന്ന ഡാനി ഓൾമോ പന്ത് ഹെഡ് ചെയ്തെങ്കിലും അത് ഗോൾ പോസ്റ്റിന് ഏറെക്കുറെ അകലത്തിലൂടെയാണ് പുറത്തേക്ക് പോയത്. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ കാറ്റലോണിയൻ ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന ആ നിമിഷമെത്തി. ഒവിയാഡോ പ്രതിരോധ താരം നൽകിയ ഒരു ലോങ് പാസ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ലാമിൻ യമാൽ നടത്തിയ ഇടപെടൽ പന്തിന്റെ ദിശ മാറ്റി. പന്ത് നേരെ റാഫീഞ്ഞയുടെ പക്കലിലേക്ക്. റാഫീഞ്ഞ ഒരു ഹെഡറിലൂടെ പന്ത് വീണ്ടും യമാലിന് നൽകാൻ ശ്രമിച്ചെങ്കിലും എതിർ താരത്തിന്റെ കാലുകളിൽ തട്ടി പന്ത് ചെന്നെത്തിയത് ഡാനി ഓൾമോയുടെ മുന്നിലായിരുന്നു. പ്രതിരോധ കോട്ടയിലെ പിഴവ് മനസ്സിലാക്കി ഓൾമോ തൊടുത്തുവിട്ട മനോഹരമായ ഷോട്ട് വല കുലുക്കിയതോടെ ബാർസലോണ മത്സരത്തിൽ തങ്ങളുടെ ആദ്യ ഗോൾ സ്വന്തമാക്കുകയാണ്. മത്സരത്തിൽ ഒരിക്കൽ കൂടി ലാമിൻ യമാൽ ലെവൻഡോസ്കിക്കായി സുവർണാവസരം ഒരുക്കുന്നുണ്ട്. വലത് വിങ്ങിൽ നിന്ന് ലാമിൻ യമാൽ അളന്നു മുറിച്ച് നൽകിയ ക്രോസ് കൃത്യമായി ലെവൻഡോസ്കിക്ക് ഹെഡ് ചെയ്യാൻ പാകത്തിലായിരുന്നു. ലെവൻഡോസ്കി മനോഹരമായി പന്ത് ഹെഡ് ചെയ്തെങ്കിലും കൃത്യസമയത്ത് പന്തിന്റെ ഗതി മനസ്സിലാക്കിയ എൻകാസ്ഡൽ അത് തന്റെ കൈപ്പിടിയിലൊതുക്കി. ബാർസയുടെ 2-ാം ഗോൾ മോഹം താൽക്കാലികമായി തടയുകയായിരുന്നു. മത്സരത്തിന്റെ 58-ാം മിനിറ്റ്. മത്സരത്തിൽ ഒവിയാഡോ പ്രതിരോധ താരത്തിന് പറ്റിയ ഒരു വലിയ പിഴവ് ബാർസലോണ കൃത്യമായി മുതലെടുത്തു. മൈതാനത്തിന്റെ മധ്യഭാഗത്തു നിന്ന് സഹതാരത്തിന് പാസ് നൽകാൻ ശ്രമിച്ച ഒവിയാഡോ ഡിഫൻഡർമാർക്ക് പന്ത് പിഴക്കുന്നു. ഈ അവസരത്തിനായി കാത്തുനിന്ന റാഫീഞ്ഞ അക്കം പാർത്തിരുന്ന ഒരു ചീറ്റപ്പുലിയെ പോലെ പന്തുമായി ഒവിയാഡോ ഗോൾമുഖത്തേക്ക് ഇരച്ചു കയറി. തടയാനായി മുന്നോട്ട് കയറി വന്ന ഗോൾ കീപ്പർ അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തലക്ക് മുകളിലൂടെ മനോഹരമായ ഒരു ചിപ്പ് ഗോളിലൂടെ റാഫീഞ്ഞ ബാർസയുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ബാർസലോണ തുടർച്ചയായി 2 ഗോളുകൾ നേടി ആധിപത്യം ഉറപ്പിച്ചതോടെ ഒവിയാഡോ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. ബാർസ പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവർ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ വൈകാതെ തന്നെ കളി ബാർസലോണയുടെ നിയന്ത്രണത്തിലായി. ഒവിയാഡോ ബോക്സിനെ വിറപ്പിച്ചുകൊണ്ട് ലാമിൻ യമാലിന്റെ മനോഹരമായ ഒരു കർവിൻ ഷോട്ട് ലക്ഷ്യത്തിലേക്ക് കുതിച്ചെങ്കിലും നേരിയ വ്യത്യാസത്തിൽ അത് പോസ്റ്റിന് വെളിയിലേക്ക് പോയി. മത്സരത്തിന്റെ 73-ാം മിനിറ്റിൽ ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ട് ലാമിൻ യമാലിന്റെ ആ സുന്ദരമായ ഗോൾ പിറന്നു. ഡാനി ഓൾമോ ബോക്സിനുള്ളിലേക്ക് ഉയർത്തി നൽകിയ കൃത്യതയാർന്ന ക്രോസ് യമാൽ വായുവിൽ ഉയർന്നു ചാടിക്കൊണ്ട് ഒരു ഉഗ്രൻ ഓവർഹെഡ് കിക്കിലൂടെ വലയിലെത്തിക്കുകയായിരുന്നു. തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും കൃത്യമായ തന്ത്രങ്ങളിലൂടെയും വ്യക്തിഗത മികവിലൂടെയും കളി തിരിച്ചുപിടിക്കാൻ തങ്ങൾക്കാകുമെന്ന് കാറ്റലോണിയൻ പട തെളിയിച്ചു കഴിഞ്ഞു. റാഫീഞ്ഞയുടെ പരിചയസമ്പത്തും ലാമിൻ യമാൽ എന്ന വണ്ടർ കിഡിന്റെ അസാമാന്യ പ്രതിഭയും ഓൾമയുടെ അവതരണവും ഒത്തുചേർന്നപ്പോൾ ഒവിയാഡോക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ലാലിഗ കിരീട പോരാട്ടം ഉറുക്കുമ്പോൾ റയൽ മാഡ്രിഡിനെ പിന്നിലാക്കിക്കൊണ്ട് ബാർസലോണ 1-ാം സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുകയാണ്.